മുൻഷിഘാട്ട് എന്നൊരു പേര്. സാധു സന്യാസികളെല്ലാം ഉണ്ട്. സന്ധ്യയായി തുടങ്ങി സമയം. ഇവിടെയെല്ലാം ഭയങ്കര തിരക്കാ. ബോട്ട് കയറാനും പോവാനും വരാനും. പല വഴിക്കൊന്നും ആള് വരുന്നുണ്ട്, പല ഭാഗത്തുനിന്നും. സൗത്ത്, നോർത്ത്, തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം, സകല ഭാഗത്തുനിന്നും ആള് വരുന്നുണ്ട്. താഴോട്ട് കണ്ട തിരക്കും പാളവും. ബോട്ട് സർവീസിന്റെ തിരക്കാ. നിറച്ചും ബോട്ടിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുക. സമയം 5 മണി കഴിഞ്ഞ്. ആരതി കാണാൻ ഇങ്ങനെ ആളെത്തിക്കൊണ്ടിരിക്കും. മാഗി നൂഡിൽസിന്റെ ഒരു സ്റ്റോള്. അമ്പലങ്ങളാണ് ഇതെല്ലാം. ചെറിയ ചെറിയ അമ്പലങ്ങൾ. കാട്ടിന്റെ മുകളില് ചിലതെല്ലാം റെസിഡൻസ് താമസിക്കുന്നുണ്ട്, ചിലതെല്ലാം കടകളാണ്. അതിന്റെ ഗോഡൌൺ ഉണ്ട്. ഫുള്ളാളാ കാട്ട്. ചെറിയ തരം കച്ചോറി കണ്ടിട്ട്. ये क्या होता है? आलू कचौड़ी है। अच्छा, छोटा वाला ആലു കച്ചോറി. അത് ചെറിയ തരം കച്ചോറി. ആദ്യമായിട്ടാണ് കടന്നത്. 2 കൊടുക്കുക. അത് 3-4 ആലു കച്ചോറി. മുകളിൽ പീസ് കറി ഒഴിച്ച് 2 ചട്നി, തീക്ക ചട്നി, മീഠ ചട്നി, 2 ചട്നി. ഉള്ളി മല്ലിച്ചപ്പെല്ലാം ഇട്ടാൽ കച്ചോരി റെഡി. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇതന്നെ ഇവിടുത്തെ മെയിൻ പരിപാടി. കച്ചോരി കാര്യങ്ങളെല്ലാം. പീസ് കറി, ആലുക്കറി, ആലുവും കടലയും, ഉരുളക്കിഴങ്ങും കടലക്കറിയും, കറുപ്പ് കടല. അതിലിനി 2 ചട്നിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി ചാട്ട് റെഡി.
പച്ച ചട്നി, മല്ലിച്ചപ്പ് പുതിനേൻ്റെ ചട്നി, അത് പുളീൻ്റെ വീട്ട ചട്നി, മധുരമില്ല. സംഗതി റെഡി, അത് റെഡി. അങ്ങനെ ആലു കച്ചോറി റെഡി. എല്ലാം തിന്നേണ്ട സാധനങ്ങളെല്ലാം മുഴുവനും ഉണ്ട് സൈഡിൽ. മുകളിൽ കൂടെ കയറി പോവാ. അഹില്യാബായി ഘാട്ട് ഒരുപാടുണ്ട് ഘാട്ടെല്ലാം കാണാൻ. വന്നാൽ നല്ല രസം, സമയം പോകുന്നേ അറിയില്ല. ക്രൗഡ് കണ്ട നിങ്ങൾ, ഓരോ സ്റ്റെപ്പിന് ഇരുന്നിരിക്കുക ക്രൗഡ്. ഓ, ഗംഗാരതി തുടങ്ങുന്നതിൻ്റെ അവിടെയെല്ലാം ഫുള്ള് തിരക്കായല്ലോ. 5:30, 5:30 മണിയായിട്ടില്ല. അപ്പോഴേക്ക് ഗംഗാരതി നടക്കുന്ന അവിടെയെല്ലാം തിരക്കായി, ക്യൂ. എന്തായാലും 1 മണിക്കൂർ ക്യാമ്പ് അടിക്കേണ്ടി വരും ഇവിടെയെല്ലാം, എന്നാലേ കാണാൻ പറ്റും. എവിടെയാ ഗംഗാരതി നടക്കും? മുകളിൽ പോകണോ താഴത്ത് കണ്ടാൽ മതിയോ? ഇവിടെ തന്നെ നിൽക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സ്ഥലം കിട്ടൂല. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. അവിടെ നേരെ മുമ്പ് കാണുന്ന ആർത്തി 6:30 നടക്കുക. 5:15, 5:20 ടൈം. 1 മണിക്കൂർ എന്തായാലും ഇവിടെ നിൽക്കണം, എന്നാലേ കാണാൻ പറ്റും. ഭയങ്കര ക്രൗഡ്. താഴെ ബോട്ടെല്ലാം വെയിറ്റിംഗ്. ബോട്ടിലെല്ലാം ആളിങ്ങനെ പോകുന്നുണ്ട്. ആരതി കാണാൻ വന്ന ഗംഗാ ആരതി. നല്ല തിരക്ക, നല്ല തിരക്ക്. എന്റെ ബാക്കിലെല്ലാം കണ്ട, ബാക്കില് ആളൊക്കെ നിങ്ങള് ബാക്കിൽ. നല്ല തിരക്ക്, നല്ല തിരക്ക്. മുകളിലെല്ലാം ആള് മുകളിലെല്ലാം പിടിച്ചിരിക്കുക. ഇനി ഏതായാലും ആരതി തുടങ്ങാൻ 1 മണിക്കൂർ ഇനിയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാത്തിരിക്കണം. ഇവിടുന്ന് എവിടെയും പോകാൻ പറ്റൂല. പോയി കഴിഞ്ഞാൽ ആരതി കാണാൻ പറ്റൂല. ഒരു ഭാഗത്ത് സ്പീക്കറിന്റെ ഒച്ച, ഞാൻ ഒച്ചയെ പറഞ്ഞാൽ എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം പൂജാ സാധനങ്ങളും പൂജാ സാമഗ്രികളും എല്ലാ സാധനങ്ങളും ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ബോട്ടിങ്ങിന് പോകേണ്ട തിരക്കാ കാണുന്നത്. ഇത് ഒരുവിധം വരുന്ന ബോട്ടെല്ലാം ഫുള്ള് ആള് നിറഞ്ഞിരിക്കുക. ഇങ്ങനെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തിരക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും തിരക്ക്, അത്രയും ജനം, ക്രൗഡ്. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. തൃശ്ശൂർ പൂരത്തിന്റെ 10 ഇരട്ടി ആളുണ്ട്. 10 ഇരട്ടി ആള്. 10 ഇരട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലും എത്രയോ മടങ്ങ് ആളുണ്ട് ഇവിടെ ഇപ്പം.